ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു ഓണാഘോഷമാണ്. കുടുംബ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, മക്കൾ, ഹസ്ബൻഡ്, എൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഓണാഘോഷമാണ്. അപ്പോൾ വീട്ടിൽ പോയപ്പോഴത്തേനും നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള വല്ലപ്പോഴാ കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും ഞാനും എൻ്റെ ഫാമിലിയും അച്ഛൻ, അമ്മ എല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസം വല്ലപ്പോഴാ കിട്ടുന്നതാണ്. അതും പ്രത്യേകിച്ച് ഈ ഓണങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അമ്മ എല്ലാവരെയും കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചേച്ചിയെ കാത്തിരിക്കുകയാണ്. അവൾ വരാൻ ലേറ്റായതാണ്. ഇത് ഓരോരുത്തരുടെയും ബെഡ്റൂമുകളാണ്. പെട്ടെന്ന് തന്നെ അതിലേക്കൊന്ന് പാസ് ചെയ്ത് പോയി. അപ്പം അമ്മ എല്ലാ ജോലികളുടെയും തിരക്കിലാണ്. അതിനിടയിൽ ഒരു ഹായ് പറഞ്ഞു. അമ്മയുടെ ജോലികളിലേക്ക് നടക്കുന്നു. അപ്പോൾ ചേച്ചി വന്ന് അപ്പോൾ അവൾക്ക് കാര്യം അറിയില്ലായിരുന്നു എന്തിനാണിതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ പിടിക്കുന്നതിന് ഒരൊറ്റ ഓട്ടമാണ് ആള്. അതെൻ്റെ അമ്മ തിരക്കിട്ട ജോലിയിലാണ് കേട്ടോ. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മമാർ അവരവരുടെ ജോലികൾ നോക്കുമല്ലോ. മക്കൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് റെസ്റ്റാണ്. എല്ലാം അമ്മ ചെയ്തോളും. ഞാൻ അവിടെ ഇവിടെയും കറങ്ങിയൊക്കെ അങ്ങ് നടക്കും. ചേച്ചിയും അമ്മയും കൂടെയൊക്കെ ജോലികളൊക്കെ അങ്ങ് ചെയ്തു. എന്നെക്കൊണ്ട് കഴിയുന്നതും കുറച്ച് ജോലികളൊക്കെ ഞാനും ചെയ്തു. എവിടെ പോയാലുള്ള ഒരു സ്ഥിരം ജോലിയുണ്ടല്ലോ എനിക്ക്, ജലദോഷം. അതുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു. 2 ഐറ്റം പായസം വെച്ചിട്ടുണ്ട്, അട, കടല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വെച്ചത് പാൽപ്പായസമായിരുന്നു. ഇപ്പോൾ ഇവിടെ അത് വെച്ചില്ല, ബാക്കിയൊക്കെ വെച്ചു. അച്ഛൻ്റേതായ ജോലികൾക്കായിട്ട് ഇറങ്ങി. അച്ഛന് പശുവുണ്ട്. പശുവിന് വെള്ളം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ പുറത്തിറങ്ങി. പശുവിൻ്റെ പേര് പാറു എന്നാണ്. പാറുവിനൊരു മോളുണ്ട്. മോൾ അതിൻ്റെ അപ്പുറത്താണ്. ഇനി അച്ഛന് ജോലിയുള്ളത് പശുവിന് വെള്ളം കൊടുക്കണം, തൊഴുത്ത് കഴുകണം, വൃത്തിയാക്കണം. അതൊക്കെ ജോലിയാണ്. എത്ര തന്നെ വൃത്തിയാക്കിയിട്ടിട്ട് കുറച്ച് സമയം തിരിഞ്ഞാലും പെട്ടെന്ന് തന്നെ അവിടെ ഒത്തിരി ഇല്ലാതാകും. അപ്പോൾ ഈ പശുവിൻ്റെ കുട്ടിയാണത്. അങ്ങനെ അച്ഛൻ പശുവിന് വെള്ളമൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ്. അച്ഛൻ ഒരുപാടൊന്നും അങ്ങനെ വീഡിയോയ്ക്കൊന്നും അച്ഛൻ അങ്ങനെ വരില്ല കേട്ടോ. അച്ഛന് തിരക്കുകളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഓണം ആയതുകൊണ്ട് കട തുറക്കുന്നില്ല. അല്ലെങ്കിൽ അച്ഛൻ കടയിൽ പോവും, കടയൊക്കെ തുറക്കും. പിന്നെ അച്ഛൻ മോളോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മ ഇപ്പോഴും തിരക്കിട്ട ജോലിയിൽ തന്നെയാണ്. അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല കേട്ടോ, പാവം. പായസമൊക്കെ വെച്ചു. ചേച്ചിയും ഹെൽപ്പിനുണ്ട്. ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തുമ്മലും ജലദോഷമൊക്കെ കൂടി. അതുകൊണ്ട് ഞാനങ്ങ് മാറി നിന്നു. അവർ തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തു തീർത്തു. പിന്നെ ചേട്ടനും അനുജനും കൂടെയൊക്കെ അങ്ങ് കാര്യങ്ങൾ പറയുകയാണ് അവർ ഹാളിൽ. അവർക്കും വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ ഇങ്ങനെയൊക്കെ TV കാണുക, കാര്യം പറയുക, അങ്ങനെതായ അവരുടേതായ ലോകങ്ങളാണ്. അച്ഛൻ പശുവിനെയൊക്കെ കഴുകി വൃത്തിയാക്കി വന്നു. അമ്പാടിയുമായിട്ട് ഇല അടത്തെടുക്കാൻ പോയാണ്, ഇല വെട്ടാൻ പോയതാണ്. അമ്പാടിയെ കൊണ്ട് കഴിയുന്ന പണി ചെയ്യടാന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. കാരണം വാഴയിലൊന്നും അടുത്ത് തറയിലൊന്നും നോക്കി വെട്ടാൻ പറ്റുമെന്ന്. വെട്ടാൻ പറ്റിയില്ല. 5-6 പ്രാവശ്യം നോക്കി. പിന്നെ വാഴയിലങ്ങ് കയറാൻ പോവുകയാണ് ആൾ. സാധാരണ നമ്മൾ മരത്തിൽ കയറാൻ നോക്കൂലേ, അതുപോലെ അങ്ങ് വാഴയിൽ കയറാൻ പോവുകയാണ്. പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് അച്ഛൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇലയൊക്കെ വെട്ടിക്കൊടുത്തു. അതും കൊണ്ട് തിരികെ വന്നു ആൾ. 2-3 പ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴത്തേനും അതിൽ കയറാൻ പോകുന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. ആ വാഴയെല്ലാം ഒടിഞ്ഞു പോകും, പെട്ടെന്ന് താഴെ ഇറങ്ങടാന്ന് പറഞ്ഞ് എന്നെ വിരട്ടി അങ്ങ് പോയി ആൾ. പിന്നെ അപ്പാപ്പനും കൊച്ചുമോനും ഒക്കെ കൂടെ ഇലയൊക്കെ വെട്ടി വീട്ടിലേക്ക് വരികയാണ്. കാടൊക്കെ കയറി കിടക്കണം. പിന്നെ പെട്ടെന്ന് എന്നും മഴയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കാട് കയറും. ഇത് ചേച്ചിയുടെ മോനാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, കൊച്ചുങ്ങൾക്കും അതിൻ്റേതായ ഒരു സന്തോഷമാണ്. കാരണം അവർക്കും ഒന്നിച്ച് കിട്ടുക. പക്ഷേ നമ്മൾ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾക്ക് കാണുകയൊക്കെ ചെയ്യും. കണ്ടിട്ട് അന്ന് തന്നെ അവരവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു പോകും. ഇങ്ങനെ കിട്ടുന്ന ദിവസങ്ങൾ അപൂർവമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റുള്ള ജോലിയാണ് പപ്പടം പൊരിക്കുക. പപ്പടവും പൊരിച്ചു കഴിഞ്ഞു. ഇനി എല്ലാ ഫുഡും കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓണത്തിന് ചിക്കൻ കൂടെ എടുത്തു കേട്ടോ. ഞങ്ങൾ തിരുവോണത്തിനല്ലല്ലോ, അവിട്ടത്തിൻ്റെ അന്നായിരുന്നല്ലോ, അതുകൊണ്ട് ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഓണത്തിന് ഇത് വയ്ക്കും കേട്ടോ, ചിക്കനൊക്കെ എടുക്കും. പക്ഷേ ഞങ്ങളുടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്ത് അവർ ചിക്കനൊന്നും വെക്കില്ല. എല്ലാവരും വെജിറ്റേറിയനാണ് അന്ന്. ഇവിടെ നോൺ വെജ് ഉണ്ട്. അപ്പം അമ്മ കഴിക്കില്ല. അമ്മയുടെ ചേച്ചി വല്യമ്മയും കൂടെ ഉണ്ട്. വല്യമ്മ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മയും അമ്മയുടെ ചേച്ചിയൊന്നും ചിക്കനൊന്നും കഴിക്കില്ല. ഞങ്ങളെല്ലാവരും ബാക്കി എല്ലാവരും കഴിച്ചു. എല്ലാ കറികളും വെച്ചു കേട്ടോ, അത്യാവശ്യം ഉള്ള എല്ലാ കറികളും വെച്ചു. വെറൈറ്റി ആയിട്ട് വെച്ചത് ക്യാരറ്റ് കിച്ചടിയും കൂടെയാണ് വെച്ചത്. ആ ചേച്ചിയാണ് വെച്ചത്. അവൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാചകങ്ങളൊക്കെ അറിയാം കേട്ടോ, എന്നെപ്പോലെയൊന്നും അല്ല ആൾ. പിന്നെ ഭക്ഷണങ്ങളൊക്കെ അവൾ തന്നെയാണ് മുൻകൈ എടുത്ത് വിളമ്പിയത്. എനിക്കെന്തോ ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ. ഇനി സാധാരണ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പറയാറ്, എൻ്റെ വീട്ടിലാകുമ്പോൾ പറയും ഇവിടെ തണുപ്പ് കൂടുതലായിട്ടുണ്ടെന്ന്. പക്ഷേ അവിടെ എൻ്റെ നാട്ടിൽ പോയപ്പോഴും ഭയങ്കര തുമ്മലായിരുന്നു. തുമ്മലും ജലദോഷവും ആകെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. പിന്നെ പെട്ടെന്ന് സദ്യകളൊക്കെ വിളമ്പി എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആദ്യം ആണുങ്ങൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അവരെല്ലാവരും ഇരുന്നു. രണ്ടാമതാണ് ഞങ്ങളെല്ലാവരും ഇരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കണ്ടേ, അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം വിളമ്പി കൊടുത്തു. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു. കറികൾ വിളമ്പി തീർന്നപ്പോൾ തന്നെ ഒരു സമയമായ. അങ്ങനെ പിന്നെ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ ചോറ് വിളമ്പാൻ കയറിയതാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടെ നിർത്തി ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ സാധാരണ അമ്മമാർ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക സ്റ്റൈലല്ലേ, പേശയൊക്കെ ഇങ്ങനെ മടത്തി കുത്തിയൊക്കെ ഇട്ടല്ലേ നിൽക്കണം. അങ്ങനെ ഫോട്ടോയ്ക്ക് ചേച്ചി വഴക്ക് പറഞ്ഞതാണ്. എനിക്കുള്ള ഫുഡാണ് ലാസ്റ്റ് വിളമ്പിയത്. പിന്നെ അതിൽ ചിക്കനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ചിക്കൻ വെച്ച് തന്നു. ചിക്കനൊക്കെ വെച്ച് ഞാനും കഴിച്ചു. പിന്നെ ഇത്തിരി ചോറ് കൂടുതലാണ് കേട്ടോ. ഉണങ്ങണമെന്ന് വിചാരിച്ച് ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കുറയ്ക്കാൻ നോക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും ഫുഡിൻ്റെ അളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ നല്ല ഒരു ഓണം ആഘോഷിച്ചു. അവിടെ ഇരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. വല്യമ്മയ്ക്ക് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അങ്ങനെ വല്യമ്മയുടെ വീട് അടുത്താണ്. ഉച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ട് ഇവിടെ വന്നതാണ് വല്യമ്മ സദ്യയൊന്നും കഴിച്ചില്ല കേട്ടോ. ഒരു ഇലയിൽ കുറച്ച് ചോറും 1-2 കറികൾ മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് വല്യമ്മയ്ക്ക് സദ്യയായിട്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് വല്യമ്മ കഴിച്ചില്ല. പായസം ഒന്നും കുടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ബാക്കി എല്ലാവരും ലാസ്റ്റ് ഇരുന്ന് കഴിച്ചു. മോനാണ് വിളമ്പി തന്നത്. അമ്പാടി ക്യാമറാമാനായിട്ട് നടക്കുകയായിരുന്നു. നമ്മുടെ അക്ഷയാണ് വിളമ്പി തന്നത് ഫുഡൊക്കെ. എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് വിളമ്പിയത്. പാവൻ്റെ അമ്മയ്ക്ക് മാത്രം പ്രത്യേകിച്ച് മീനോ ഒന്നുമില്ല. അമ്മ ഓണത്തിൻ്റേതായ ആ രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ്. അമ്മയാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിച്ചത് കേട്ടോ. നമ്മളൊക്കെ മോഡേണായിട്ട് അങ്ങ് ഇറച്ചിയൊക്കെ വെച്ചിട്ടാണ് ചിക്കനൊക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ രാത്രിയായി, എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു ദിവസം 2 ദിവസമൊക്കെ പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെയുള്ളൊരു അമ്മയുടെ മുഖത്ത് മാത്രം സങ്കടം. ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. മോനാണെങ്കിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ്. അവന് പോയാൽ മതി അവൻ്റെ നാട്ടിലേക്ക്. ചേച്ചിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞ് കളിയും തമാശകളും ഒക്കെ ആയിട്ട് അവളുടെ വിഷമമൊക്കെ അങ്ങ് മാറ്റി. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും കാണാൻ പോയിട്ട് ഇറങ്ങിയാലും അമ്മയ്ക്കാണ് വിഷമം. അത്രയും അമ്മ എപ്പോഴും വിഷമിച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനും. പിന്നെ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അച്ഛൻ വൈകുന്നേരം ഇപ്പം കടയിൽ പോയി. അമ്മയും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി യാത്രയും പറഞ്ഞിട്ട് ഈ വർഷത്തെ